ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ ഒരു ട്യൂട്ടോറിയൽ തുടങ്ങിയാണ്, എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ആദ്യം നമ്മളൊരു എംബ്രോയ്ഡറി ഫ്രെയിം, അത് ഇതുപോലെ ഇരിക്കും, 2 റിങ്ങായിട്ട്. പിന്നെ നമ്മൾ ത്രെഡ്, ഇതാണ് എംബ്രോയ്ഡറിക്ക് സാധാരണ ഉപയോഗിക്കുന്നത്. പല വെറൈറ്റി നൂലുണ്ട്, സാധാരണ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് സിസേഴ്സ് വേണം. പിന്നെ നീഡിൽ നമ്പർ 7 നീഡിലാണ് നല്ലത്. അപ്പോൾ നമ്മൾ അതാണ് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ളത് തുണി നമുക്ക് ഇതിപ്പോൾ നേർത്ത കോട്ടൺ തുണിയാണ്. ലൈനിട്ട് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ഇതിങ്ങനെ ലൈനിട്ട്, നമ്മൾ എംബ്രോയ്ഡറി അയക്കുമ്പോൾ എപ്പോഴും ഒരു പിക്ചർ നമ്മൾ ട്രേസ് ചെയ്തല്ലേ എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 തുണിയാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് നേർത്ത തുണി ആയതുകൊണ്ട് അടിയിലൊരു കട്ടിയുള്ള തുണി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ചേർത്ത് വെച്ച്, എപ്പോഴും 2 തച്ചാൽ നീറ്റാണ്, നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും വൈറ്റ് തുണി എടുക്കുമ്പം എപ്പോഴും നീറ്റായിട്ടിരിക്കാൻ എപ്പോഴും കൈ വാഷ് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, നല്ലതാണ്. നമ്മളെപ്പോഴും ജോലിയൊക്കെ ചെയ്ത് അഴുക്കായിട്ടിരിക്കുമല്ലോ. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എപ്പോഴും കൈ നീറ്റായിട്ടിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൂലെടുക്കുമ്പം ഈ എംബ്രോയ്ഡറി നൂല് 6 ലെയർ കാണും. 6 സ്ട്രാൻഡ്സ് എന്ന് പറയും. 6 സ്ട്രാൻഡ്സ് ഉള്ള നൂലാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മളതിന് 3 എണ്ണം എടുക്കുക. മിക്കവാറും 3 എല്ലാത്തിനും വേണ്ടി വരും. പിന്നെ 6 ഇട്ട് തയ്ക്കുന്നതും ഉണ്ട്. അത് കട്ടിയുള്ള ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അത് കാണിച്ചു തരാം. ഇനി വര ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ 3 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കുകയാണ്. അടുത്തത് നമ്മൾ ഈ ഫ്രെയിം ഫിറ്റ് ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡുണ്ട്. അത് വേണമെന്നുള്ളവർക്ക് വാങ്ങിച്ചാൽ മതി. ഇല്ല, ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി എനിക്ക് എളുപ്പം ഇതാണ്. അല്ലാതെ കയ്യിൽ വെച്ചും തയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡ്സിൽ ഘടിപ്പിച്ചിട്ട് ആ ഫ്രെയിം അതിൽ ഫിറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്ത് നല്ല ഇതാക്കി വയ്ക്കും. ടൈറ്റ് ചെയ്യുക, ഇങ്ങനെ നല്ല ബലത്തിരിക്കും. ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് വെറുതെ ഇങ്ങനെ നൂലോടിക്കുക എന്ന് പറയും, അങ്ങനെ ചെയ്താൽ മതി. അതിപ്പോൾ ഈ സ്റ്റാൻഡിലാകുമ്പോൾ നമുക്കിങ്ങനെ അടിയിൽ കൂടെ എടുത്ത് ഇങ്ങനെ ചെയ്യാം. കയ്യിൽ പിടിച്ചാകുമ്പോൾ നമ്മൾ വെറുതെ ഓടിച്ചങ്ങ് പോയാൽ മതി. സ്റ്റാൻഡിലാകുമ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് വരും. എപ്പോഴും ഒരു ലൈൻ ഇട്ട് തയ്ക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. ആദ്യമൊക്കെ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടാൻ അടയാളം ചെയ്താൽ മതി, ഒരു പൊട്ട് പോലെയോ അങ്ങനെയെങ്കിലും. അപ്പോൾ അതിൽ കൂടെ ഓടിച്ചു പോവാം പെട്ടെന്ന്. അപ്പോൾ ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഇടും. അപ്പോൾ ഓരോ ക്ലാസ് ഓരോ ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് നമുക്ക് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് എല്ലാത്തിനും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പൂവിൻ്റെ തണ്ട് ചെയ്യണമെങ്കിലും സ്റ്റെം ചെയ്യണമെങ്കിലും അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വലിയ ഇതൊക്കെ എടുത്തിട്ട് വലിയ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ അകത്തൂടെ ആദ്യം കുത്തിയതിൻ്റെ അവിടെ കൊണ്ടുപോയി കുത്തിയിട്ട് അകത്തൂടെ വലിച്ചെടുക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ നൂലിട്ട് ആ സൈഡ് തന്നെ എല്ലാത്തിലും ചെയ്യണം.
എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം കൊച്ചു കൊച്ചു സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഭംഗി. പിന്നെ വലുതിൻ്റെ ആവശ്യം വരുമ്പം വലുത് ചെയ്യുക, അല്ലാതെ നീറ്റായിട്ട് കാണുന്നത് എപ്പോഴും ചെറിയ സ്റ്റിച്ചുകൾ. ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇപ്പോൾ ഈ സൈഡിലാണ് നൂലിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്ത് ഇതുണ്ട് അതിൻ്റെ നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി കുത്തിയെടുക്കുക, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നായാലും കുഴപ്പമില്ല. ഇങ്ങനെ വരും സ്റ്റിച്ച്. ഞാനിപ്പോൾ ഇത് ചെറുതാണ് ചെയ്യുന്നത്. അതിന് എപ്പോഴും ഇങ്ങനെ ഇത് ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ചെറുത് നല്ല ഉരുണ്ടിരിക്കും, നല്ല ഭംഗിയിലിരിക്കും. അടുത്ത സ്റ്റിച്ച് ചെയ്യുകയാണേ. അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ സാധാ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അറിയാമല്ലോ, ഇങ്ങനെ എടുത്തിട്ട് വെറുതെ അങ്ങ് ചെയ്തു പോകും. നമ്മൾ ഈ അടിയിൽ കൂടെ എടുക്കില്ല, ഇങ്ങനെ മുകളിൽ കൂടെ തന്നെ ചെയ്തു പോകും. ഇതിപ്പോൾ സ്റ്റാൻഡിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ചെയിൻ ഇങ്ങനെ എടുത്ത് നമ്മൾ ആദ്യം കുത്തിയ സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തി, എന്നിട്ട് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ആ ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കണം. അങ്ങനെ പോകും. ഈ ലൂപ്പ് വരുന്നത് ഒത്തിരി നീളം കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ നൂല് ചെറുതായതുകൊണ്ട് അങ്ങനെ നീളം കൂട്ടാൻ പറ്റുന്നില്ല, അത്ര നീളമേ വരുള്ളൂ. ആ ലൂപ്പ് ഇങ്ങനെ വലിച്ചു പിടിച്ച് വലിയ ഇതായിട്ട് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ആദ്യമൊക്കെ ചെയ്യണവർ അങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത്. ഒത്തിരി നീളത്തിൽ നൂലെടുക്കരുത്, ഒരു മീഡിയം സൈസിലേ എടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്തത് ബാക്ക് സ്റ്റിച്ച്. അത് എളുപ്പമാണ്. നമ്മളൊരു സ്റ്റിച്ച് ഇട്ടിട്ട് ബാക്കിലോട്ട് ഒത്തിരി ദൂരം പോയി അവസാനിച്ചെടുത്ത് വീണ്ടും കുത്തുക. ആദ്യത്തെ സ്റ്റിച്ച് അവസാനിച്ചെടുത്ത് വീണ്ടും കുത്തുക. അവിടുന്ന് എടുത്ത് അത്രയും എടുത്തിട്ട് നമ്മൾ ആ അവസാനിച്ച സ്ഥലത്ത് വീണ്ടും അതാ ബാക്ക് സ്റ്റിച്ച്. അതും നല്ല ഭംഗിയാണ്. ഈ വലിയ ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുന്നതിനും അതുപോലെ എടുക്കാം. ഇപ്പോൾ ഒരു പൂ വച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ചെയ്യുന്നെങ്കിലും അതിലും കൊടുക്കാം ഇത്. ബാക്ക് സ്റ്റിച്ച്.
അടുത്തത് നമുക്ക് ഇത് ഐലറ്റ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സാരിയിലോ എന്തിൽ വേണോ ചെയ്യാം. ബ്ലൗസിലൊക്കെ ചെയ്യാം, ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ ചെയ്യാം. ഇത് ചില പണ്ടൊക്കെ ഉള്ള തുണികളിൽ ഇങ്ങനെ വൈറ്റിട്ട് തച്ച് വെച്ചിട്ടുണ്ട്. നല്ല എംബ്രോയ്ഡറി തന്നെ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കളർ വരുമ്പോൾ കുറച്ചുകൂടി എടുത്തെറിക്കും. ഇതിപ്പോൾ ഒരു കുത്ത് കുത്തിയിട്ട് ആ സെൻറ്ററിൽ തന്നെ തിരിച്ചെല്ലാ സ്റ്റിച്ചും കുത്തണം. അപ്പോൾ അവിടെ നിന്ന് എടുത്തു തിരിച്ച് ആ സെൻറ്ററിൽ തന്നെ അവിടെ ഒരു ചെറിയ ഹോള് വരും. അതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് മുത്തോ സീക്വൻസോ എന്ത് വേണോ വയ്ക്കാം. ചെറുതായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഒരു ഭംഗി. ഇതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഒരു അണ്ണീവനായിട്ട് നമുക്ക് ചെയ്തു പോവാം. അടുത്ത ആഴ്ച ഞാൻ ഇതിലൊക്കെ ഓരോ ഡിസൈൻ ചെയ്യുന്നത് കാണിക്കാം. ലീഫിനും വേറെ സ്റ്റിച്ച് വെച്ചിട്ട് അടുത്ത ട്യൂസ്ഡേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇത് കൂട്ടുകാർക്കും ഒക്കെ പഠിപ്പിക്കാം.